ഇപ്പോൾ എട്ടാമത്തെ നറുക്കിലാണ് ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് പ്രസാദ് ED. അദ്ദേഹം തൃശ്ശൂർ ചാലക്കുടി സ്വദേശിയായിട്ടുള്ള പ്രസാദ് ED ആണ് അദ്ദേഹം മേൽശാന്തിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത വൃശ്ചിക പുലരി മുതൽ അയ്യപ്പനെ സേവിക്കാനുള്ള, അയ്യപ്പനെ പൂജിക്കാനുള്ള പുതിയ നിയോഗം, വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരിക്കാം അദ്ദേഹത്തിനിത്. അത് പൂർത്തിയായിരിക്കുന്നു, ആ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി നമുക്ക് വേഗം പോകേണ്ടത് മാളികപ്പുറത്തേക്കാണ്. മാളികപ്പുറം ശ്രീകോവിലിന് മുന്നിലാണ് മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പ് നടക്കുക. ഇപ്പോൾ ശബരിമലയിലെ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. നമുക്കിനി മാളികപ്പുറത്തേക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്. മാളികപ്പുറത്തേക്കുള്ള ആ ഒരു ലിസ്റ്റുമായി ഇപ്പോൾ മറ്റുള്ള ദേവസ്വം ബോർഡിൻ്റെ അധികാരികളൊക്കെ തന്നെ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് അതിവേഗം മാളികപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ശബരിമല മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്നുള്ള, തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നുള്ള പ്രസാദ് ED ആണ് ശബരിമലയുടെ പുതിയ മേൽശാന്തിയായിട്ട് എത്തുന്നത്. ഇനി മാളികപ്പുറം മേൽശാന്തിയാണ് ആ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കണ്ണനാരാണ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നറുക്കെടുപ്പ്, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വൃശ്ചികം 1 മുതൽ 1 വർഷക്കാലത്തെ ശബരിമല മേൽശാന്തിയായിട്ട് ഇനി വരുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള, ചാലക്കുടിയിൽ നിന്നുള്ള പ്രസാദ് ED ആയിരിക്കും. അങ്ങനെ കൗതുകകരമായ ഒരു നറുക്കെടുപ്പ് കൂടിയാണല്ലേ. അത്രത്തോളം നമ്മൾ പൊതുവെ കാണുന്നത് പോലെയല്ല, അത്രത്തോളം വലിയൊരു ആചാരമാണ്. ആ രീതിയിലാണ് അവിടുത്തെ ഓരോ നടപടിക്രമങ്ങളും പോകുന്നത്. അങ്ങനെ മേൽശാന്തി, ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പ് നടന്നിരിക്കുകയാണ്. 14 പേരാണ് ഈ ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിനായി ആ പേരുകൾ ഉണ്ടായിരുന്നത്. മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിനായി 13 പേരുമാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി ആ ഒരു നടപടിയിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ ശബരിമല മേൽശാന്തിയായിട്ട് ഇപ്പോൾ പ്രസാദ് ED ആണ് എത്തിയിരിക്കുന്നത്. ഇനി വൃശ്ചികം മുതൽ 1 വർഷക്കാലത്തേക്ക് അയ്യപ്പനോടൊപ്പം അയ്യപ്പനെ സേവിക്കുന്ന മേൽശാന്തിയായി എത്തുന്നത് പ്രസാദ് ED ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃശ്യം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൗതുകമാണല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ 2 വെള്ളിക്കുടങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്നിൽ 14 പേരുകൾ, മറ്റൊന്നിൽ 13 ഒന്നും എഴുതാത്ത പേപ്പറുകൾ, ഒന്നിൽ മേൽശാന്തി, അങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കുന്നു. അപ്പുറത്തിൽ നിന്ന് മേൽശാന്തി എന്ന് എഴുതിയ പേപ്പർ കിട്ടിയാൽ മാത്രമേ മേൽശാന്തിയായി പ്രഖ്യാപിക്കുകയുള്ളൂ. ആ ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ടത്. പന്തളം കൊട്ടാരത്തിലെ കുട്ടികളായ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തി. അടുത്ത് നിൽക്കുന്ന ആ കുട്ടി, അതാണ് നറുക്കെടുത്തത്. ഇനി മാളികപ്പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മൈഥിലി K വർമ്മയായിരിക്കും ഇതേപോലെ നമ്മൾ ഇവിടെ കണ്ടതുപോലെ ആ ഒരു നറുക്ക് എടുക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ മാളികപ്പുറം മേൽശാന്തി ആര് എന്നുള്ള വിവരവും കൂടി നമ്മളിലേക്ക് എത്തും.